ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അരുണിൻ്റെ ഫോൺ സെർച്ച് ചെയ്ത ശേഷം വേഗം അനുദേട്ടൻ പറയും, അതെ ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ, നീ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ഓ ഉണ്ട്. എന്തായാലും അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ ബാത്റൂമിൽ നിന്ന് വരുന്നതിന് മുന്നേ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അനന്തുവേട്ടൻ എങ്ങനെയൊക്കെയോ റൂമിൽ കയറി അതേപോലെ ഒന്നും ഒച്ച ഉണ്ടാക്കാതെ അവൻ ഫോൺ എവിടെയാണോ വെച്ചത് അവിടെ തന്നെ വെച്ച് തിരിച്ചിറങ്ങും. നമ്മുടെ മഞ്ജിമയാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, ഇവൻ്റെ കളിയൊക്കെ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, നേരെ അമ്മയ്ക്ക് തന്നെ അയച്ചു കൊടുക്കാം, അതാ നല്ലത്. അങ്ങനെ അമ്മയ്ക്ക് സെൻഡ് ചെയ്തതിന് ശേഷം അവളിങ്ങനെ അവിടെ നിൽക്കുമ്പം അനന്തേട്ടൻ അങ്ങോട്ട് വരുമ്പം ചോദിക്കും, അല്ല നീ ആ ഫോട്ടോ എന്ത് ചെയ്തു? നോക്ക്, ഞാൻ അമ്മയ്ക്ക് തന്നെ അയച്ചു കൊടുത്തു, ഇനി അമ്മ തീരുമാനിക്കട്ടെ. എൻ്റെ ഡി, നീ എന്ത് പണിയാ ചെയ്തത്? അമ്മ മൂകാംബിയൊക്കെ പോയതല്ലേ, ഇനി ഉടുപ്പി ദർശനം കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വരാമെന്നറിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നീ അയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഒരു സമാധാനം കൊടുത്താലോ? നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മുടെ അരുണിൻ്റെയും മാളുവിൻ്റെയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സ്വയംവര പൂജയും അതേപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പൂജ ചെയ്യാൻ പോയതല്ലേ. അമ്മയ്ക്ക് അവിടെ മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ. അത് ശരിയാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒന്ന് വേഗം നോക്കിയേ, അമ്മ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടോയെന്ന്. ഏയ് ഇല്ല കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ വേഗം ഡിലീറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ മഞ്ജിമ വേഗം ഫോൺ എടുത്തിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പറയും, ദേ അനന്തേട്ടാ, അതാ അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരും, നമുക്ക് ഒന്നും ചോദിക്കണ്ട. അല്ല, നമുക്ക് പോയി ചോദിക്കാം, അതല്ലേ നല്ലത്. ഏയ് വേണ്ട, അമ്മ വരുന്നവരെ നമ്മളാരും ഒന്നും അറിഞ്ഞ പോലെ വിചാരിക്കണ്ട. അമ്മായും ഇതറിയണ്ട. നമുക്ക് അവനെ നിരീക്ഷിക്കണം, അവൻ എവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം മനസ്സിലായില്ലേ? എൻ്റെ ബുദ്ധി മനസ്സിലായല്ലോ. ആ കാർത്തികേയൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കാർത്തുവാണെന്ന്. ആടി, എനിക്കതൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് അവളെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നാലും ഇവനെ എന്തൊരു സാധന എൻ്റെ അനന്തുവേട്ട, ഇതൊരു അടിച്ചളിക്കാരിയല്ലേ? അവളെയാണോ പോയി പ്രേമിക്കുന്നത്? അവൻ ഇത്രയ്ക്ക് തല്ലെന്താന്ന് ഒരാളാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എനിക്കിതൊക്കെ കേട്ടപ്പം എല്ലോടെ എന്തൊക്കെയോ ആവുന്നു. എന്നാലും ഞാനും ഇങ്ങനെയൊന്നും കരുതിയില്ലടി. എന്നാലും ഇവൻ എന്താ പറ്റിയത്? ഒന്നും വേണ്ട, നമുക്ക് അവനെ നല്ല പോലെ ഒന്ന് നിരീക്ഷിക്കണം. അവൻ്റെ നാട്ടിലേക്ക് പോയിട്ട്, അവൻ ജോലി ചെയ്യുന്ന നാട്ടിൽ പോയിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് അവൻ്റെ കള്ളക്കളിയൊക്കെ പിടിച്ച് നല്ല പോലെ പിടിക്കുന്നത് വരെ അനന്തേട്ടൻ ഇനി ഓഫീസിൽ പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഓഫീസിൽ പോകണ്ടെന്നോ? നീ എന്തൊക്കെയാടി പറയുന്നത്? ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഓഫീസിൽ പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് അനിയൻ്റെ കാര്യമാണേ. അതുകൊണ്ട് നമുക്ക് നല്ല പോലെ നോക്കണം. അവൻ ചിലപ്പം അവിടെ വെച്ചിട്ട് കാണുന്നുണ്ടാവും. എനിക്കിന്ന് അതാണ് സംശയം. എന്നാലും ഇവർ രണ്ടാളും തമ്മിൽ ഇവിടെ വന്നതിന് ശേഷമാണോ ബന്ധത്തിലായത്? അല്ലെങ്കിൽ ഇനിയിപ്പം അവിടുന്ന് എവിടുന്നോ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തെങ്ങാനും ഇവിടെ കണ്ടോ, അവിടുന്നെങ്ങാനും ഈ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ആർക്കറിയാം? എനിക്കറിയില്ല. അവളവളുടെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും അവൾ ഇഷ്ടത്തിലാവും, അവരോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കൾച്ചറില്ലാത്ത പെൺകുട്ടിയായത്. കണ്ടില്ലേ അവളുടെ മുഖം എന്നും പറഞ്ഞിട്ട് അവളുടെ ഫോൺ ഇങ്ങനെ നോക്കും. എന്നാലും എൻ്റെ മാളുവിന് എന്താ കുഴപ്പം? രണ്ടാളും തമ്മിൽ എന്ത് ചേർച്ചയാ? അതെ, മാളുവിൻ്റെ ചേർച്ചേനെ കുറിച്ചൊന്നും പറയണ്ട. പിന്നെ നിന്റെ സ്വഭാവത്തോട് ഒത്തു പോകണമെന്നുണ്ടെങ്കിൽ മാള് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് രണ്ട് വഴക്കുകളില്ലാതാവും. എന്നാലും നീ നോക്കിക്കേ, നീയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അല്ല, എന്നിട്ട് ഞാൻ ഇത്രയും കാലം ഏതെങ്കിലും പെൺകുട്ടീൻ്റെ മുഖത്ത് നോക്കിയോ കല്യാണം കഴിഞ്ഞതിന് ശേഷം നോക്കിയില്ല എന്നൊക്കെ ആർക്കറിയാം? നീ ഒരു മാസത്തോളം എൻ്റെ ഫോൺ കൈ സ്റ്റഡിയിലെടുത്ത് വെച്ചു, എന്നിട്ട് നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അങ്ങനെയാണെങ്കിലേ ഞാൻ നല്ല പോലെ ഒന്ന് നോക്കുന്നുണ്ട്. ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും എൻ്റെ മാളും കൂടെ വന്നു കഴിഞ്ഞാലേ എനിക്ക് നോട്ടം കൂടുതലായിരിക്കും. എൻ്റെ പെണ്ണെ, നീ എന്താ ഇങ്ങനെയായിപ്പോയത്? എനിക്ക് നീ തന്നെയാണ് നല്ല വലുത്. അതുകൊണ്ട് ഞാൻ വേണ്ടാത്ത പണിക്കൊന്നും പോവൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കാം. എന്തായാലേ അവൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ചുറ്റിക്കളി. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടെങ്ങാനും ആണെങ്കിലേ ഞങ്ങൾ രണ്ടാള്, അതായത് നമ്മുടെ രണ്ടാളിൽ ഒരാളെ ഉണ്ടാവും, മനസ്സിലാക്കിയാൽ മതി. നീ ഏതായാലും വാ, അവനിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെ ഹാളിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്കും പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതെ, ഇന്ന് വേണമെങ്കിൽ അവൻ ഇന്ന് പോവുകയാണെങ്കിൽ ഭയ്യാലെ വിട്ടോട്ടോ അനന്തേട്ടാ. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അവിടെ പോയിട്ട് അവളെ കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ എന്നൊക്കെ നമുക്കും അറിയണമല്ലോ. എന്താ അവിടെ നടക്കുന്നതെന്നൊന്നും നമ്മൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാളൂടെ ഹാളിലേക്ക് പോവും. അവിടെയാണെങ്കിൽ അരുൺ സാറ് ഭക്ഷണം കഴിക്കുകയായിരിക്കും. എന്നിട്ട് രണ്ടാളും അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള മുഖേന അവിടെ വന്നിരുന്നിട്ട് ചോദിക്കും, അല്ല നീ രാവിലെ തന്നെ പോവുകയാണോ? അതെ, ഒരു കർഷകരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പം അതിന് പങ്കെടുക്കണം. അല്ല, ഇതെന്താ ഈ കർഷകരുമായിട്ട് എപ്പോഴും മീറ്റിംഗ് ഒക്കെ? അല്ല, നിനക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയതല്ലേ, പിന്നെ എന്തിനാ നീ ചോദിച്ച് അവിടേക്ക് തന്നെ പോകുന്നത്?
അങ്ങനെ പറ. അവിടുത്തെ ജനങ്ങളെ എന്ത് നല്ല മനുഷ്യന്മാരാന്നറിയോ, സ്നേഹമുള്ളവര്. പിന്നെ ഏട്ടത്തിനെ പോലെയൊന്നും അല്ല, രാവിലെ എഴുന്നേൽക്കും. പിന്നെ പെണ്ണുങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കും, പൂജാമുറി കയറും, പ്രാർത്ഥിക്കും. അങ്ങനത്തെ നല്ല നല്ല സ്ത്രീകളാണ്. ഓ അല്ല, നിനക്ക് അവിടെയുള്ള ഏതോ ഒരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, നീ അങ്ങനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവളും ഇത്തരക്കാരിയായിരിക്കില്ലേ? അരുണൊന്നും മിണ്ടില്ല, മിണ്ടാതെ അങ്ങനെ കേട്ട് നിൽക്കും. എന്നിട്ട് പറയും, എന്തായാലും മാളുവിൻ്റെ കല്യാണമായിട്ട് നിനക്ക് ഉറപ്പിച്ചതാണല്ലോ, ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണത്തിന് സമ്മതിക്കേ വഴിയുള്ളൂ. അമ്മ തീരുമാനിച്ചതാ. പിന്നെ അരുൺ ഒന്നും അവിടെ നിന്ന് ഇറങ്ങില്ല. എന്നിട്ടോ ഭക്ഷണം അവിടെ നിർത്തിയിട്ട് അവനങ്ങ് എഴുന്നേക്കും. എന്നിട്ട് അമ്മ ചോദിക്കും, അല്ല മോനെ, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാലേ കുറച്ച് കൂടിപ്പോവും, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭക്ഷണവും എനിക്ക് വേണ്ട. അല്ല, എന്നാലും ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതല്ലേ ഉള്ളൂ, മോൻ എഴുന്നേറ്റ് ഇപ്പം ഇറങ്ങുന്നത് മോശമല്ലേ? ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല, ഞാനേ പുറത്ത് ഇരുന്നോളാം, അതാ നല്ലത്. എന്നിട്ട് അരുൺ അവിടുന്ന് പോയ ശേഷം നമ്മുടെ മഞ്ജിമ പറയും, ഓ എൻ്റെ മാളുവിനെ കല്യാണം കഴിക്കുന്നത് പറയുന്നത് അവന് തീരെ പിടിച്ചിട്ടില്ല, ഇനി എന്തായാലും നടക്കില്ല, അമ്മ തീരുമാനിച്ചതാ, അതേ നടക്കൂ. എന്നിട്ട് അമ്മ പറയും, അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതും ഓർക്കാപ്പുറത്തല്ലേ അവള് മാളുവിൻ്റെ പേര് പറഞ്ഞത് ദേവ, അതൊക്കെ അവന് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ബുദ്ധിമുട്ട്? അതെ, അവന് വേറൊരു റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. അവർ രണ്ടാളും സന്തോഷത്തോടെ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്യായിരുന്നു. ഇത് വേറെന്തോ ചുറ്റിക്കളിയുണ്ട് അവന്, അതുകൊണ്ടാ. ഇനി എന്ത് ചുറ്റിക്കളിയാ നീ എന്തൊക്കെ ഈ പറയുന്നേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനേ ഒന്നും സംസാരിക്കാതിരിക്കുക. ഇതേ സമയം മതിലകത്താണെങ്കിൽ നമ്മുടെ കണ്ണേട്ടൻ്റെ അമ്മ എല്ലാ റൂമും വൃത്തിയാക്കി അവസാനം മേശ ഇങ്ങനെ തുടയ്ക്കുമ്പം കരുണേട്ടൻ വന്നിട്ട് കളിയാക്കും, അമ്മ ചേട്ടത്തിനെ കാണാൻ ഇപ്പോൾ എന്തൊരു ലുക്കാ, മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ, നല്ല പോലെ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആവും. ഇപ്പം എന്ത് ഭംഗിയാ നിന്നെ കാണാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയായിരിക്കും. അപ്പം പറയും, അതെ, അങ്ങനെയാണെങ്കിൽ നിന്റെ സുധേനോട് പോയി പറ, സ്ലിം ബ്യൂട്ടി അവക്കും ആവണല്ലോ. സുധ കേട്ടിട്ട് പറയും, അതെ, എൻ്റെ മേലിൽ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് സ്ലിം ബ്യൂട്ടി ആയോ എന്തോ ചെയ്യാം. അപ്പം വേഗം കരുണം പറയും, ഇതേ നോക്ക് സുധേ, കണ്ടോ, ഇനിയിപ്പം മിസ് കേരളയാവാനും മിസ് ഇന്ത്യ ആവാനും ഒക്കെ ഇതാ ചേച്ചിക്കും പോവാം, നല്ല സൗന്ദര്യമായിട്ടുണ്ട് ഇപ്പം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഉണ്ണിയും വിജിതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം വിജിത മോളെ ഉണ്ണീനെ കണ്ട സമയത്ത് പറയും, എൻ്റെ മോനും മരുമോനും വന്നല്ലോ, എന്താ നിങ്ങൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അതാ നല്ലത്. എന്തായാലും ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി എനിക്ക് തോന്നുന്നു മിക്കവാറും എൻ്റെ ഉണ്ണിമോനെ പോലെ ഒരാണായിരിക്കുന്നു. ആണാണോ പെണ്ണാണോ എന്നൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ടും അറിയാം ആരുടെ കുച്ചാണെന്നൊന്ന്. അമ്മ പറയുമ്പം വിജിതയ്ക്ക് ദേഷ്യം പിടിച്ചു വയ്ക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പച്ചിക്ക് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതങ്ങ് മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞാൽ പോരെ? സുധയും ചോദിക്കും. എന്നിട്ട് വിജിത പറയും, അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോ, എനിക്ക് കേൾക്കുന്നതിനൊരു കുഴപ്പമില്ല. വിജിതേ, ഞാൻ പറഞ്ഞതല്ലേ, അമ്മേൻ്റെ സ്വഭാവം വെച്ചിട്ട് വെറുതെ നീ അതിന് കലിപ്പാക്കണ്ട. അമ്മേനെ പറയുന്നതൊക്കെ നീ വെറുതെ അങ്ങ് വിട്ടേക്ക്, അതാ നല്ലത്. എത്രാന്ന് വെച്ചിട്ട് അങ്ങനെ കേട്ട് നിൽക്കുക. അമ്മ പറയും, ഞാനായിട്ട് ഇനി ഒന്നും പറയാൻ വരുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതല്ലേ പ്രശ്നം, ജനിച്ചു കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്കോ തന്നെ മനസ്സിലായിരിക്കും. അമ്മയ്ക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണ്ട, വേറെ ആരോടെങ്കിലും പോയി സംസാരിച്ചോ, നിങ്ങളുടെ സംസാരം കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോവും. ഉണ്ണിയും അതേപോലെ തന്നെ മേലോട്ട് പോവും. എന്നിട്ട് വിജിത പറയും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവരോട്. എന്നിട്ട് മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട്, ഉണ്ണീൻ്റെ കുട്ടിയല്ല, ഇത് ദീപേട്ടൻ്റെ കുട്ടിയാണ്, എൻ്റെ സ്വന്തം ബാവ എന്നൊക്കെ അങ്ങനെ പറയും. അതിൻ്റെ മുന്നേ ഉണ്ണി പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ചെയ്യാനാ, കണ്ണേട്ടൻ എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തള്ളായിരുന്നു അവരുടെ കൂടെ, ഇതിപ്പം തള്ളാനും പറ്റില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അമ്മയാണെന്നൊന്നും നോക്കില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയും. എൻ്റെ ഭാര്യേനെ എനിക്ക് എത്രത്തോളം വിശ്വാസമാണെന്നുള്ളത് അവർക്ക് ഇത്രയും മനസ്സിലായില്ല. എന്നാലും ഇവരെന്താ ഇങ്ങനെയായിപ്പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ വിജിതെ, നീ ഇതൊന്നും കേട്ടിട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. ഈ സമയത്ത് നിനക്ക് നല്ല ആരോഗ്യം വേണം, മനസ്സിന് സുഖവും വേണം. അതുകൊണ്ട് നീ ഇതൊന്നും കേട്ട് സങ്കടപ്പെടുക ഒന്നും ചെയ്യരുത് കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്